കയറിക്ക് സിയാനെ നമ്മൾ കയറ്റുകയാണ്. എവിടെ വീട്? പേരെന്തോ? എവിടെ വീട്? ആണോ? ഉത്സവമൊക്കെ കാണാനിറങ്ങിയാണ്. ഇപ്പൊ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നല്ലേ? കുതിര ഇവിടെ ആദ്യമായിട്ടാണ്. 3-4 ദിവസങ്ങളായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ്. ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ഹരിപ്പാടിനടുത്തുള്ള കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ദിനങ്ങളാണിപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഉത്സവ കാഴ്ചകളും ഇവിടുത്തെ കച്ചവട കാഴ്ചകളും ഈ സൈഡെല്ലാം ഞങ്ങളുടെ കച്ചവടക്കാരെ കൊണ്ട് നടന്നിരിക്കുകയാണ്. അപ്പോൾ കച്ചവട കാഴ്ചകളും ഉത്സവ കാഴ്ചകളും ഒക്കെ നമുക്ക് ഒന്ന് കാണാം. ഹൈവേ വികസനം വന്നപ്പോൾ ഇവിടുത്തെ ഗോപുരം, അലങ്കാര ഗോപുരവും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റി അതിൻ്റെ സെയിം അതേ രീതിയിലാണ് ഇവിടെ അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വേണ്ട അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ബലൂൺ കച്ചവടം നമ്മൾ നോക്കുന്നില്ല. ഇങ്ങനെ ഉള്ള മനോഹരമായ ഒരു ആർച്ചാണ് ഇവിടെ കാണുന്നത്. ക്ഷേത്രം എല്ലാ വർഷത്തെയും പോലെ തന്നെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ദീപാരാധന കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഈ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചുറ്റുവിളക്കുകളൊക്കെ നമുക്കത് കാണാം. അങ്ങനെ കേളികൊട്ട് അമ്പലത്തിൽ നടക്കുകയാണ്. അത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗമാണ്. ഹായ്, നമസ്കാരം. ഞാൻ രമ്യ സുരേഷ്. ഹരിപ്പാട് ഉള്ള മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഈ കാഞ്ഞൂരമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ വനദുർഗയും ഭദ്രകാളിയും കൂടി ചേർന്നുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. 10 ദിവസം ഇവിടുത്തെ ഉത്സവം നാട്ടുകാർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉത്സവമാണത്. അത് കൂടാൻ ഇനി ഏത് സ്ഥലത്ത് പോയാലും, അമേരിക്കയിലാണെങ്കിലും UAE ആണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ആൾക്കാർ ഈ 10 ദിവസത്തിൽ 2 ദിവസമെങ്കിലും ഇവിടെ കൂടാൻ എത്താറുണ്ട്. ഞങ്ങൾ ശരിക്കും ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഈ ഉത്സവം കൂടുന്നത്. ഇവിടുത്തെ ഏറ്റവും അമ്മയ്ക്ക് എന്താ പറയുക, ഇഷ്ടം എന്ന് പറയുന്നത്, വഴിപാടെന്ന് പറയുന്നത് കോലമാണ്. 3-4 ഇവിടുത്തെ പ്രധാനത. കിഴക്കേക്കരയും പടിഞ്ഞാറേക്കരയും 3-4 ദിവസങ്ങളായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ സമയം. ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലുള്ള ഒരു വളക്കടയാണ്. ഫാൻസിയും കളിക്കോപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ്. എന്തോ വാങ്ങിച്ചേ? എന്തോ വാങ്ങിച്ചേ? ക്ഷേത്രത്തിലെ ഗാനമേളയും മറ്റുമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. കച്ചവടങ്ങളെല്ലാം ഹൈവേക്ക് പടിഞ്ഞാറ് സൈഡിലാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കച്ചവടങ്ങളൊക്കെ മുൻ വർഷങ്ങളിലെ മാതിരി കടകളൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ നീണ്ടു നിവർത്ത കിടക്കുക ഇവിടെ ഒരു മനസ്സിലാവാത്ത രീതിയിൽ. നമുക്ക് ഒരു സൈഡിൽ നിന്ന് കച്ചവടങ്ങളൊക്കെ കണ്ടുപോകാം. ഞങ്ങളുടെ ബലൂൺ കച്ചവടം ഇവിടെ അന്യസംസ്ഥാനക്കാർ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. ആംബുലൻസൊക്കെ ചീറി പാഞ്ഞു പോകുന്നു. ഇവിടെ എന്തൊക്കെയാണ് പരിപാടി? കുലുക്കി മിൻറ്റ് മിൽക്ക്, കുലുക്കി ചോക്ലേറ്റ് മിൽക്ക്, അതുപോലെ ഇതെന്താ പരിപാടി? ഇതൊക്കെ ഇവിടെ എന്തൊക്കെ? പാനിപ്പൂരി, പിന്നെ എന്തൊക്കെയുണ്ട്? പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, പിന്നെ വടാപ്പാവ്. എങ്ങനെയുണ്ട് കച്ചവടം? നല്ല കച്ചവടം. അങ്ങനെ കച്ചവടമൊക്കെ പൊടിപിടിക്കുകയാണ്. ഉത്സവത്തിനൊപ്പം കച്ചവടക്കാരുടെ ഒരു അവരുടെയൊക്കെ പ്രതീക്ഷകളാണ് ഈ കച്ചവടവും ഇവിടുത്തെ. ഇവിടെ തൊപ്പിക്കച്ചവടം, തൊപ്പിന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല, എന്നാലും തൊപ്പിക്കച്ചവടം നടക്കുകയാണ്.
പുറത്ത് ചെയ്യേണ്ട വളമാല അങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളാണ്. ഇതെന്തോ കണ്ണാടിയൊക്കെ തുടച്ചു വെക്കുന്നത്? അഴുക്കൊക്കെ പൊടി, ഹൈവേയുടെ പൊടിയല്ലേ? ഹൈവേ പണിയുള്ളതുകൊണ്ട് പൊടി ഭയങ്കരമാണ്. കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവങ്ങൾ ഇതൊക്കെ തുടച്ചൊക്കെ വെക്കുകയാണ്. കച്ചവടം അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ലല്ലേ? കുലുക്കി സറോജ് എടുക്കാൻ നമുക്കൊന്ന് കാണാം. കുലുക്കി സറോജ് എടുക്കുമ്പോൾ ഇവരിപ്പോൾ ചില അഭ്യാസങ്ങളൊക്കെ ഇവിടെ കാണിക്കും, നമുക്കത് കാണാം. ആടിച്ചു പൊട്ടി കുലുക്കി സർവത്തില്ലാത്ത ഉത്സവ പറമ്പുകളില്ല. ആണ്ടോ, രണ്ട് സഹോദരങ്ങൾ തകർക്കുകയാണ്. വേണ്ടി എന്താ തരുന്നത്? എനിക്ക് പാനിപ്പൂരി തരികയാണ്. അവിടെ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. പാനിപ്പൂരിയാ, സൂപ്പർ പാനിപ്പൂരിയാണ്. ഇവിടെയും എല്ലാ ഉത്സവപ്പറമ്പിലുമുള്ള കടല മസാല അല്ലേ? ഇതിന് പറയുന്നത് കടല മസാല, മസാല കടല എന്ന് പറയാം. അപ്പൊ തിരിച്ചു പറഞ്ഞാലും കറക്റ്റാ അല്ലേ? വെറൈറ്റി കുലുക്കി സർവത്തിൻ്റെ കടകളാണ്. ഇപ്പുറത്ത് ബജിക്കടകൾ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേണ്ട വെള്ളത്തിൻ്റെ ഒരു കട. ഇപ്പുറത്ത് വേണ്ട കപ്പലണ്ടി ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ പച്ച കപ്പലണ്ടി മസാലയൊക്കെ നല്ല സാധനമാണ്, മല്ലിയിലയൊക്കെ ചേർത്ത സാധനം. ഇവിടെ അത് തന്നെ കപ്പലണ്ടി, ഗ്രീൻ പീസ് ഫ്രൈ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. ഫാൻസി കടകളാണ്, വള, മാല, ടോയ്സ്, അതൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഐസ്ക്രീം മേള, 50-ൽ പരം ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത്. ഐസ്ക്രീമുകളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. 69-ൽ പരം ഐസ്ക്രീം. എന്താ ചേച്ചി ഇവിടെ ഉത്സവപ്പറമ്പിലൊക്കെ ചേച്ചി ഇങ്ങനെ നടക്കുന്നുണ്ട്? എങ്ങനെയുണ്ട് ഉത്സവം? പൊളിച്ചോ? എല്ലാ ഉത്സവപ്പറമ്പിലുമുള്ള കാഴ്ചകളൊക്കെ തന്നെ. വ്യത്യസ്തമായ കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. ചിലരൊക്കെ ഇങ്ങനെ വാങ്ങിക്കാതെ ഐറ്റംസൊക്കെ നോക്കി വെച്ചിട്ട് പോകുന്ന പരിപാടിയാണ്. നാളെയൊക്കെ വന്നു, നാളെ മറ്റന്നാളൊക്കെ ഇവിടെ കച്ചവടം കൂടുതലായിട്ടുണ്ട്. നാളെയൊക്കെ ഒന്ന് വാങ്ങിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു തിരക്കുമില്ല. ഭഗവാന്മാരിങ്ങനെ പടിഞ്ഞാട്ട് നോക്കിയിരിക്കുകയാണ്. എല്ലാ ഭഗവാന്മാരും ഉണ്ട്, ആരും ഇവിടെ നോക്കുന്നുമില്ല. കൃഷ്ണനും ശിവനും പാർവതിയെല്ലാം, ഗണപതി എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെല്ലാം ലൈറ്റിൻ്റെ അഭാവമുണ്ട്. എല്ലാം ചെറിയ കച്ചവടക്കാരാണ് ഈ സൈഡിലെല്ലാം. തുണിക്കച്ചവടം, ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ചേച്ചി അനങ്ങാതിരിക്കുന്നത്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ടല്ലേ? അത് നടക്കട്ടെ. കച്ചവടം നല്ല രീതിയിൽ നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താ ചേട്ടാ ഈ കരിമ്പ് കെട്ടി വെക്കുന്നത്? ഇതിന്റെ ഉദ്ദേശം എന്താ? എങ്ങനെ ഇതിങ്ങനെ കൊടുക്കുകയാണോ? ഒരു കരിമ്പ് പീസായിട്ട് കഴിക്കും ആൾക്കാർ. അത് ശരി. ഇത് എത്ര ഒരു കെട്ട എത്ര? 50 രൂപയ്ക്ക്. 50 രൂപയ്ക്ക് ഇത് വേണ്ട കരിക്കല്ല, കരിമ്പ്. ഒരു വണ്ടി കൊണ്ട് നിറച്ചേക്കുവാണല്ലോ ഇവിടെ. ഇപ്പൊ എല്ലായിടും ഉള്ളതാണ് ബാല്യകാല മിഠായികൾ. നമുക്കതൊന്ന് നോക്കാം. എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ മിഠായിയൊക്കെ? കുറേ ഉണ്ടല്ലോ, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ആ, നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി ഒക്കെ ഉണ്ടല്ലോ, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. പേരെന്തോ മറ്റേ? പേര് പറയുന്നില്ല കണ്ടോ? അല്ലൊക്കെ വാങ്ങിച്ചു കേട്ടോ, നല്ല പേര് പറഞ്ഞല്ലോ. കൊള്ളാമല്ലോ. കുതിരയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ? സവാരിക്കാ? അപ്പൊ ഈ രാത്രി ആരും സവാരി പോകില്ല? രാത്രിയിലും കൊണ്ടുപോകും. ഒരു സവാരിക്ക് എത്ര വാങ്ങിക്കും? 50 രൂപ. 50 രൂപ. എവിടെ നിന്ന് വരുന്നവരെ നിങ്ങള്? അമ്പലപ്പുഴയിൽ നിന്ന് വന്നതാണ് സവാരിക്ക്. രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ കുതിര സവാരി മുതൽ കപ്പലണ്ടി മുതൽ കുതിര സവാരി വരെയുണ്ട്. കയറാനാണോ? ആ, ഒരു കയറ്റി. കുതിര സവാരിക്ക് കയറുകയാണ്. പേരെന്താ? പേര് പറഞ്ഞിട്ട് കയറും. പേര് പറഞ്ഞിട്ട് കയറും. സിയാൻ കയറിക്ക്. സിയാനെ നമ്മൾ കയറ്റുകയാണ്. എവിടെ വീട്? പേരെന്തോ? എവിടെ വീട്? ആണോ? ഉത്സവമൊക്കെ കാണാറിറങ്ങിയാണ്. ഇപ്പൊ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നല്ലേ കുതിര? ഇവിടെ ആദ്യമായിട്ടാണ്. കുതിര തിരിയുവാൻ തോന്നുന്നല്ലോ.
അവനെ നിർബന്ധിച്ച് കൊണ്ടുപോകണം കുതിര. ആഹാ, പേടിയുണ്ടോ സിയാന്? പേടിയുണ്ടോ? ഇല്ലേ? അതിനിത് ഓടുന്നൊന്നുമില്ലല്ലോ, ചുമ്മാ നടക്കുമല്ലേ പിന്നെ എങ്ങനെ പേടിക്കുന്നല്ലേ? എൻ്റെ തൊട്ടടുത്തുള്ള കാഞ്ഞൂർ ഗ്രാമത്തിലെ ഇവിടുത്തെ പരദേവതയാണ് കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റൊരു പരിപാടിയുമായി വരും വരെ ഗുഡ് ബൈ.